നമസ്കാരം സുഹൃത്തുക്കളെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP രണ്ടാം സെമസ്റ്റർ BA വിദ്യാർത്ഥികളുടെ AEC വിനിമയ മലയാളവും സർഗാത്മക രചനയും എന്ന മലയാളം പേപ്പറിൽ നിന്ന് നമ്മൾ ഇന്ന് തുടങ്ങുന്നു. അടുക്കളയിൽ തിളച്ചു വേവുന്നത് എന്ന ലേഖനം ശാരദക്കുട്ടിയുടേത്. ഈ ലേഖനം നമുക്ക് രണ്ട് പാർട്ടായിട്ട് എടുക്കാം, നോക്കാം. ഒറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ലെങ്തി ആയിരിക്കും, കാണാൻ തന്നെ ഒരു മൂഡ് ഉണ്ടാവില്ല. അപ്പൊ ഏതായാലും നിങ്ങൾ ക്ലാസ് കാണാം. ഇതിന്റെ നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ഇവിടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക കേട്ടോ. അപ്പോ അടുക്കളയിൽ തിളച്ചു വേവുന്നത് ശാരദക്കുട്ടി. ആ ഹെഡിങ്ങിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അല്ലെ. അടുക്കളയിൽ തിളയ്ക്കുകയും വേവുകയും ചെയ്യുന്നത് എന്താണ് തിളയ്ക്കുന്നത്? ചായക്ക് വെച്ച വെള്ളമാണോ? അല്ല. എന്താണ് വേവുന്നത്? ചോറോ കറിയോ മെഴുക്കുപുരട്ടിയോ ആണോ? അല്ല. നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ അടുക്കളകളിൽ തിളക്കുകയും വേവുകയും ചെയ്യുന്നത് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നുമല്ല, സ്ത്രീയാണ്. അതാണ് ഈ ലേഖനം പറഞ്ഞു വെക്കുന്നത്. ലോകത്തിന് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു എന്ന് പറയുമ്പോഴും പുരോഗതിയായാലും ആഗോളവൽക്കരണമായാലും എന്ത് തന്നെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അത് ബാഹ്യലോകത്തിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. വീടിന്റെ അടുക്കളകളിൽ ഈ മാറ്റങ്ങൾ ഒന്നും കടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ദിവസം പോലും ലീവ് കിട്ടാതെ സ്ത്രീകൾ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൂറ്റാണ്ടുകളായിട്ട്. പുരോഗതിയൊക്കെ ബാഹ്യലോകത്തേ ഉള്ളൂ. അടുക്കളയെ ഇന്നും നമ്മൾ ഒരു തൊഴിലിടമായിട്ട് പരിഗണിച്ചിട്ടില്ല. ജോലി ചെയ്യുന്ന ഒരു സ്പേസ് ആയിട്ട് അടുക്കളയെ നമ്മൾ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്ത്രീകൾക്ക്, ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക്, അടുക്കളയിൽ ജീവിതം മുഴുവൻ ഹോമിക്കുന്ന സ്ത്രീകൾക്ക് ഒരു ശമ്പളം പോലും ഇല്ലല്ലോ. അതായത് അതൊരു തൊഴിലിടമായിട്ട് നമ്മൾ ഒരിക്കലും പരിഗണിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ട് ഒരു മാസത്തിലേറെയായി. വാല്യുവേഷൻ ക്യാമ്പും അതുപോലെ തന്നെ പിന്നെ എക്സാം ഡ്യൂട്ടി ഒക്കെ വന്ന് അതിനുശേഷം സുഖയില്ലാണ്ടുമായിട്ട് പൂർണ്ണമായിട്ട് അങ്ങ് മാറിയിട്ടില്ല. അതുകൊണ്ടാട്ടോ. അപ്പം ഇനി പരമാവധി വേഗം തീർക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് ലേഖനത്തിലേക്ക് നേരിട്ട് കടക്കാം. അടുക്കളയിൽ തിളച്ചു വേവുന്നത് ശാരദക്കുട്ടി. നോക്കാം വേണ്ട ചേരുവകൾ. അപ്പൊ ഈ ലേഖനം തുടങ്ങുന്നത് തന്നെ ഒരു പാചകക്കുറിപ്പിലൂടെയാണ്. എന്തോ ഒന്ന് ഉണ്ടാക്കാൻ പോവാണ്. വേണ്ട ചേരുവകൾ: പച്ചരി 1/2 കിലോ, ജീരകം 1 ടീസ്പൂൺ, ശർക്കര 1/2 കിലോ, തേങ്ങ 2 എണ്ണം, നെയ്യ് 2 വലിയ സ്പൂൺ, ഏലക്കായ 6 എണ്ണം, ഉപ്പ് പാകത്തിന്. ഇനി പാകം ചെയ്യുന്ന വിധം. അപ്പൊ ഏതോ ഒരു വിഭവം ഉണ്ടാക്കി തരികയാണ് നമുക്ക്. പച്ചരി നന്നായി കുതിർത്ത് പൊടിച്ച് നേർമയായി അരിച്ചെടുത്ത് തിളപ്പിച്ച വെള്ളത്തിൽ പാകത്തിന് ഉപ്പും ചേർത്ത് കുഴച്ചെടുക്കുക. ഇതൊക്കെ ജസ്റ്റ് കേട്ടാൽ മതി കേട്ടോ. ഇത് വലിയൊരു പൊളിറ്റിക്സിന് പറയണം. വലിയൊരു പൊളിറ്റിക്സ് സംസാരിക്കാൻ പോവാണ് ലേഖനം. അതിന് മുന്നോടിയായിട്ട് നമ്മളെ ആ ഒരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പാചകക്കുറിപ്പ് തന്നേ ഉള്ളൂ. ജസ്റ്റ് കേട്ടാൽ മതി. ഉപ്പും ചേർത്ത് കുഴച്ചെടുക്കുക. ശർക്കരയും തേങ്ങയും ജീരകവും നെയ്യിൽ നന്നായി വരട്ടി ഏലക്കായ പൊടിച്ചതും ചേർത്ത് ഇളക്കുക. കുഴച്ചു വെച്ച അരിമാവ് ചെറിയ ഉരുകളാക്കി കയ്യിൽ വെച്ച് പരത്തി അതിനുള്ളിൽ മധുരക്കൂട്ട് ചേർത്ത് നന്നായി ഉരുട്ടിയെടുക്കുക. ഇഡ്ഡലിച്ചെമ്പിൽ വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുക. മോദകം തയ്യാർ. അപ്പൊ മോദകം എന്ന് പറയുന്ന ഒരു 4 മണി പലഹാരം ഉണ്ടാക്കുന്ന കുറിപ്പടിയാണ് ഈ തന്നിരിക്കുന്നത്. മുളകുടച്ചതിനും ഉണക്കമീൻ ചമ്മന്തിക്കും ഉണ്ടാക്കാം ഇത്തരം കുറിപ്പുകൾ. വേണമെങ്കിൽ വേറെ വിഭവങ്ങൾക്കും നമുക്ക് ഇതുപോലെയുള്ള കുറിപ്പുകൾ ഉണ്ടാക്കാം. കണക്കും കുറിപ്പടിയും ഒന്നുമില്ലാതെ ഇടത്തരം വീടുകളിൽ പാകം ചെയ്തിരുന്ന മോദകം എന്ന പലഹാരത്തിന്റെ പാചക രീതിയാണ് മുകളിൽ കൊടുത്തത്. അപ്പോ ഈ പറഞ്ഞ കണക്കോ കുറിപ്പടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മുടെ പോലെയുള്ള ഇടത്തരം വീടുകളിലൊക്കെ പാചകം ചെയ്തിരുന്ന മോദകം എന്ന് പറയുന്ന ഒരു വിഭവത്തിന്റെ റെസിപ്പിയാണ് നമ്മളിപ്പോ മേലെ വായിച്ചിട്ടുള്ളത്. അത് തന്നെ ഇലയിൽ പരത്തി, ഈ പറഞ്ഞ സാധനം തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ മോദകം പോലെ അല്ലാണ്ട് ഇത് തന്നെ ഇലയിൽ പരത്തി അടയാക്കാം. ചക്കപ്പഴം വരട്ടിയത് കൂടി ചേർത്ത് വയണയിലയിൽ പൊതിഞ്ഞ് നമുക്ക് എന്താക്കാം? കുമ്പിളപ്പമാക്കാം. ഇതേ കൂട്ട് തന്നെ. ഇതൊക്കെയാണ് പഴയ കാലങ്ങളിൽ അത്യപൂർവമായി വിശേഷ അവസരങ്ങളിലും മറ്റും ഉണ്ടാക്കുന്ന 4 മണി പലഹാരങ്ങൾ. ഇതേ കൂട്ട് തന്നെ പല രീതിയിൽ മാറ്റിയിട്ട് നമുക്ക് പല രീതിയിൽ സ്നാക്സ് ആയിട്ട് 4 മണിക്ക് കഴിക്കാന്നുള്ളതാണ്. ഇവയ്ക്കുള്ള തയ്യാറെടുപ്പ് നേരത്തെ തുടങ്ങേണ്ടതിനാൽ വീട്ടിലെ സ്ത്രീകൾക്ക് ഉച്ചയൂണ് കഴിഞ്ഞാൽ പിന്നെ വിശ്രമമില്ല. യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വരികയാണ്. അപ്പം ഉച്ചയൂണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 4 മണിക്ക് ഇതുപോലൊരു പലഹാരം ഉണ്ടാക്കി 4 മണിക്കൊക്കെ ആവണമെങ്കിൽ, ചായക്ക് ആവണമെങ്കിൽ ഉച്ചയൂണ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിലെ സ്ത്രീകൾക്കില്ല, വിശ്രമമില്ല. ഓക്കെ, ചേരുവകളെല്ലാം ഒന്നാണെങ്കിലും, ഇതിലൊക്കെ പറയുന്ന ചേരുവകളെല്ലാം, ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നാണെങ്കിലും അമ്മയും അമ്മൂമ്മയും ഉണ്ടാക്കുന്ന വിഭവങ്ങൾക്ക് രുചി വിഭിന്നമായിരിക്കും. ശരിയല്ലേ? നമ്മൾ ഈ ലഞ്ച് ടൈമില് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ വീട്ടിൽ നിന്നും സാമ്പാർ കൊണ്ടുവന്നിട്ടുണ്ടാവും, നിങ്ങളുടെ വീട്ടിൽ നിന്നും സാമ്പാർ കൊണ്ടുവന്നിട്ടുണ്ടാവും. പക്ഷേ
എന്റെ വീട്ടിലെ സാമ്പാറിന്റെ ടേസ്റ്റ് ആണോ നിങ്ങളുടെ വീട്ടിലെ സാമ്പാറിന്റെ ടേസ്റ്റ്? അല്ല. നമ്മളൊക്കെ ഇടുന്നത് ഒരേ ഇൻഗ്രീഡിയൻസ് ആണ്, പക്ഷേ രുചി വെവ്വേറെ ആയിരിക്കും. അപ്പം പറയാണ് ഇവിടെ അമ്മയും അമ്മൂമ്മയും സെയിം കൂട്ടി വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും രുചി ഡിഫറെന്റ് ആയിരിക്കും. ഒരാൾക്ക് ഒരേ വിഭവം ഒരേ തരത്തിൽ ഒന്നിൽ കൂടുതൽ തവണ തയ്യാറാക്കാൻ കഴിയില്ല. ഒരാൾക്ക് ഒരേ വിഭവം ഒന്നിൽ കൂടുതൽ സമയം ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വെച്ച മീൻകറിക്കുള്ള ടേസ്റ്റ് ആയിരിക്കില്ല ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഞാൻ നാളെ വെച്ച് കഴിഞ്ഞാൽ രുചി മാറുന്ന പറയുന്നത്. സെൻ ബുദ്ധിസ്റ്റുകൾ. ആരാണ് ഈ സെൻ ബുദ്ധിസ്റ്റുകൾ? ബുദ്ധിസ്റ്റുകളിലുള്ള ഒരു വിഭാഗമാണ് ഈ ചൈന ജപ്പാൻ ഭാഗത്തൊക്കെ വരുന്ന. അവർ കൂടുതലും ധ്യാനത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. സെൻ ബുദ്ധിസ്റ്റുകൾ പറയുന്നത് പോലെ ഓരോ തവണയും നിങ്ങൾ സൃഷ്ടിക്കുന്നത് ഓരോ പുതിയ വിഭവമായിരിക്കും. ഞാൻ ഇന്നുണ്ടാക്കിയ മീൻകറിയല്ല ഞാൻ നാളെ ഉണ്ടാക്കുക. കാരണം ഇന്നത്തെ ഞാനല്ലല്ലോ നാളെ ഞാൻ വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടി മൂത്തില്ലേ, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി വികസിച്ചില്ലേ, അല്ലെങ്കിൽ ഞാൻ കാര്യങ്ങളൊക്കെ ഇന്നിടുന്ന അതേ അളവിലായിരിക്കില്ല ചിലപ്പോൾ നാളെ ഇടുന്നുണ്ടാവുക. ഒരു പൊടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ നമ്മുടെ ഓരോ നിമിഷവും ഡിഫറെന്റ് ആണ്. ഈ നിമിഷത്തിലുള്ള ഞാനല്ല. ഈ ക്ലാസ് ഇന്ന് എടുക്കുന്നതിലും വൃത്തിയായിട്ട് എനിക്കൊരു പക്ഷെ അടുത്ത കൊല്ലം എടുക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ നാളെ എടുക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ അത്രത്തോളം കാര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. ദെൻ അപ്പം സെൻ ബുദ്ധിസ്റ്റുകൾ പറയുന്നത് പോലെ ഓരോ തവണയും നിങ്ങൾ സൃഷ്ടിക്കുന്നത് ഓരോ പുതിയ വിഭവമായിരിക്കും. അടുക്കള ഒരു പരീക്ഷണശാലയാകുന്നു. കിച്ചൺ ഒരു ലാബ് ആകുന്നു. അടുക്കള ഒരു പരീക്ഷണശാലയാകുന്നു. അത്ഭുതകരമായ രസതന്ത്രങ്ങളാണ് അവിടെ നടക്കുന്നത്. കിച്ചണില് അത്ഭുതങ്ങളായിട്ടുള്ള കെമിസ്ട്രിയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതെന്താണ്? ഒരു പരീക്ഷണശാലയാണ് അടുക്കള, ശരിയല്ലേ? ഒരിക്കൽ ഈ പരീക്ഷണശാലയ്ക്കുള്ളിൽ പെട്ടുകഴിഞ്ഞവർക്ക് ട്രപ്പീസ് കളിക്കാരുടെ മെയ്വഴക്കമാണ്. ട്രപ്പീസ് അറിയില്ലേ? ഈ പിന്നെ സർക്കസിലൊക്കെയുള്ള ഭയങ്കര കഷ്ടപ്പാടല്ലേ നമ്മൾ കാണുമ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ സർക്കസിലുള്ള അവര് വളരെ അനായാസം ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എന്താ പറയുക, ഒരു പൂ പറിക്കുന്ന ലാഘവത്തിൽ അവരത് ചെയ്യുന്നില്ലേ? അതാണ് പറയുന്നത്. ഒരിക്കൽ ഈ അടുക്കളയിൽ കുടുങ്ങിയവർക്ക് പിന്നെ എന്താ പറയാ, ട്രപ്പീസ് കളിക്കാരന്റെ മെയ്വഴക്കമാണ്. എങ്ങനെയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. എത്ര മനസാന്നിധ്യം ഇല്ലെങ്കിലും അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് വേറെ ഏത് ലോകത്താണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അത്രത്തോളം നമ്മൾ അടുക്കളയിൽ ശീലിച്ചു പോകുന്നു, പാകി പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഒരിക്കൽ ഈ പരീക്ഷണശാലയ്ക്കുള്ളിൽ അടുക്കളയ്ക്കുള്ളിൽ പെട്ടുകഴിഞ്ഞവർക്ക് ട്രപ്പീസ് കളിക്കാരുടെ മെയ്വഴക്കമാണ്. എത്ര മനസാന്നിധ്യമില്ലാതെ തയ്യാറാക്കിയാലും സാമ്പാറിന്റെ കൂട്ട് അവിയലിന്റെ അരപ്പ് തീയലിലോ പോയി വീയില്ല. കാരണം എല്ലാ ദിവസവും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഒരു പുതുമയില്ല. അപ്പൊ ഇനി എത്ര മൈൻഡ് അടുക്കളയിൽ അല്ലാണ്ട് അടുക്കളയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാലും എന്താവില്ല, സാമ്പാറിന്റെ കൂട്ട് പോയിട്ട് അവിയലിന്റെ കൂട്ട് പോയിട്ട് തീയലിലോ വീയില്ല. യാന്ത്രിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്തിട്ട് ഈ സ്ത്രീകൾ എന്തായി പോകുന്നു, യന്ത്രമായി പോകുന്നു. അപ്പൊ എത്ര മനസ്സവിടെ ഇല്ലെങ്കിലും യാന്ത്രികമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നു. അടുക്കളയ്ക്ക് വേണ്ടി നിശ്ചിത രുചികൾ നിർമ്മിക്കാൻ പാകപ്പെട്ട ഒരു മൾട്ടി പർപ്പസ് ഗൃഹോപകരണ യന്ത്രമായി പെണ്ണ് മാറുന്നത് അവൾ പോലും അറിയാതെയാണ്. സ്ത്രീ ഒരു മൾട്ടി പർപ്പസ് എന്ന് വെച്ചാൽ ഒരുപാട് ഉപയോഗങ്ങളുള്ള മൾട്ടി പർപ്പസ് ഒരു ഗൃഹോപകരണ യന്ത്രമായിട്ട് മാറുന്നു അല്ലെ. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിലെ അടുക്കളയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ബാക്കി എല്ലാ മുറികളിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് യന്ത്രമായിട്ട് അവൾ മാറിപ്പോകുന്നത് അവൾ പോലും അറിയാതെയാണ്. ആ പറഞ്ഞതിനൊക്കെ ഒരുപാട് അർത്ഥമുണ്ട് കേട്ടോ. എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതിനും അപ്പുറം അർത്ഥമുണ്ട്. അവൾ പോലും അറിയാതെയാണ്. ഒരിക്കലും അവൾ യന്ത്രമാവുന്നത് അവൾ അറിയുന്നില്ല. അവൾ കുക്കിംഗ് ചെയ്യുന്നത് അവളുടെ ഭർത്താവിനും മക്കൾക്കും വേണ്ടിയാണ് എന്നാണ് അവൾ മനസ്സിലാക്കുന്നതും മറ്റുള്ളവർ പറയുന്നതും. ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടി കുക്ക് ചെയ്യുന്നവൾ ഉദാത്തയായ സ്ത്രീയാണെന്ന് പണ്ടേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ അവരെ പൊക്കി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ അവരെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചൂഷണം ചെയ്യാനുള്ള ഒരു ഉപാധിയാണ്, ഒരു മാർഗമാണ് അവർക്ക് കൊടുക്കുന്ന ഈ പുകയ്ത്തലുകൾ, അവരെ വർണ്ണിച്ചിരുന്ന കവിതകൾ എന്ന് അവര് മനസ്സിലാക്കിയിട്ടില്ല എന്ന് പോട്ടെ, ഇത് പുകയ്ത്തുന്ന നമ്മൾ പോലും പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ട പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളോട് കുട്ടിക്കാലം മുതലേ ആരെങ്കിലും ഹൈ എന്തടക്കോ ഒതുക്കമുള്ള കുട്ടി, നല്ല കുട്ടിയാട്ടോ, ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആനന്ദിക്കരുത്. ഇത് ഞാൻ ഏതോ സിനിമയിൽ കേട്ട ഡയലോഗാണ്, പക്ഷെ സിനിമ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് എത്ര കറക്റ്റ് ആണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു പരിവേഷം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ അടക്കി നിർത്താനുള്ള ഒരു ആയുധമാണ്. പിന്നെ ആ നല്ല കുട്ടി പരുവം പിന്നെ സ്ഥിരമാക്കാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നു, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മറക്കുന്നു, സ്വാതന്ത്ര്യം മറക്കുന്നു, എല്ലാം മറക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ദെൻ ഒരു യന്ത്രത്തിനു വേണ്ട കാര്യക്ഷമതയും ഞാണിന്മേൽ കളിക്കാരിയുടെ സൂക്ഷ്മതയും അവൾ ആർജിച്ചു കഴിഞ്ഞിരിക്കും. ഞാണിന്മേൽ കളി തന്നെയാണ് കാര്യം. നമ്മൾ രാവിലെ ഇപ്പം ഭർത്താവ് ഓഫീസിൽ പോകുന്നുണ്ട്, മക്കൾ സ്കൂളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു അടുപ്പിൽ തോരൻ വെച്ചിട്ടുണ്ടാവും, മറ്റേ അടുപ്പിൽ ചോറ് വെച്ചിട്ടുണ്ടാവും, പുറത്തെ അടുപ്പിൽ വേണമെങ്കിൽ കറിയും വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഓടുന്നുണ്ടാവും. അതിനിടയിൽ ക്ലീനിങ്, കുട്ടികളുടെ യൂണിഫോം, ഭർത്താവിന്റെ കാര്യങ്ങൾ, തീൻമേശ മുതൽ ലഞ്ച് ബോക്സ് മുതൽ വരെ എല്ലാം ഇവര് ഓടി 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 നടക്കും. ഞാണിന്മേൽ കളി തന്നെയാണ്.
അമ്മൂമ്മയിൽ നിന്ന്, അമ്മൂമ്മ അവരുടെ അമ്മയിൽ നിന്ന്, അങ്ങനെ തലമുറയായി ശീലിച്ചു വന്ന വഴക്കങ്ങൾ അല്ലെ, അങ്ങനെ പാരമ്പര്യമായിട്ട് തന്നെയാണ് അത്. എന്താ പറയാ, ഇതിപ്പോ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, എന്നാൽ ഞാൻ പറയാണ്, നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യുന്നത് കുറക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം ചെറിയ പെൺകുട്ടികളെ അവരുടെ മുത്തശ്ശിമാരിൽ നിന്ന് അകറ്റുമെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറയും. ഞാൻ പറയുന്നത് കുറച്ച് കടന്നു കഴിയാന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പറഞ്ഞ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ പിന്നെ ഇതേപോലെയുള്ള സ്ത്രീയെ എപ്പോഴും താഴ്ത്തി നിൽക്കണം, അവനാണല്ലേ, അവന് വിട്ടുകൊടുക്കുന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതും ഈ പഴയ തലമുറ തന്നെയാണ്. എന്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് ഞാൻ കുറച്ചുകൂടി ഒന്ന് ഓവറായിട്ട് പറഞ്ഞതാണ് എന്ത് മാറ്റി നിർത്തൊന്നും വേണ്ട, പക്ഷെ നമ്മൾ സൂക്ഷിക്കണം. അതിൽ നിന്നാണ് ഈ പറഞ്ഞ ചിന്തകളെല്ലാം കടന്നുകൂടുന്നത് അങ്ങനെയാണ്. അത് കുട്ടിക്കാലത്തെ ഇങ്ങനെ ഇൻജെയ്ത് തന്ന് ഈ സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് ഒരിക്കലും മനസ്സിലാക്കാത്ത രീതിയിൽ ആർക്കോ വേണ്ടി ജീവിച്ച് മരിച്ചു പോകുന്ന ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. എല്ലാ അധ്വാനങ്ങൾക്കും ഒടുവിൽ വെറും പൾപ്പ് പോലെ, എല്ലാ അധ്വാനം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അവസാനം വെറും ഒരു കാമ്പ് പോലെ, ഒരു പൾപ്പ് പോലെ ആകുമ്പോൾ, അതായത് ഉള്ളൊക്കെ ആരോഗ്യമൊക്കെ കളഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട്, ഭർത്താവിനും മക്കൾക്കൊക്കെ വേണ്ടി ജീവിച്ചിട്ട് പൾപ്പ് പോലെ ആകുമ്പോൾ അമ്മ എന്ന് വിളിക്കപ്പെടുന്ന മാംസപിണ്ഡം, ആ മാംസപിണ്ഡം, ആ ശരീരം എന്നേക്കുമായി കിടപ്പിലാകും. ഇത് അടുക്കളയുടെ സ്വാഭാവിക ചരിത്രം അല്ലെ, അടുക്കളയുടെ സ്വാഭാവിക ചരിത്രം നോക്കുക. ട്രാൻസ്ഫോർമേഷൻ അടുക്കളയിലേക്ക് അവള് പോലും അറിയാതെ കടന്നുകൂടപ്പെടുന്നു. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി വെച്ച് വിളമ്പി ജീവിച്ച അവസാനം എല്ലാം ആരോഗ്യമൊക്കെ പോയി വെറും പൾപ്പ് പോലെ ആകുമ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന യന്ത്രം കിടപ്പിലാകുന്നു. ഇനി കുറച്ചുകൂടി സീരിയസ് ആവുകയാണ്. സാമ്പത്തികവും സാമൂഹികവുമായ മറ്റൊരു ചരിത്രം കൂടി അടുക്കളയ്ക്കുണ്ട്. ഒരു വീട്ടിൽ താമസിക്കുന്നവരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പാചകമുറി മാത്രമല്ല അത്. അടുക്കള എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട ഒരു പാചകമുറി അല്ലെങ്കിൽ കുക്കിംഗ് റൂം മാത്രമല്ല അത്. ആദർശവൽക്കരണങ്ങളെയും അതിശയോക്തികളെയും വർജിച്ച് അടുക്കളയെ ഒരു തൊഴിലിടം എന്ന നിലയിൽ കാണുമ്പോൾ മാറി മാറി വന്ന സാമൂഹിക പരിഷ്കരണ ഘട്ടങ്ങളിൽ ഈ തൊഴിലിടം എങ്ങനെയൊക്കെ തിരസ്കരിക്കപ്പെട്ടു എന്ന ഒരു അന്വേഷണത്തിന് പ്രസക്തിയുണ്ട്. അതായത് നമ്മൾ വായിച്ച കവിതകളിൽ അല്ലെങ്കിൽ ഇപ്പൊ സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ കവിതകളിൽ കുറെ കേട്ടു, സ്ത്രീ അമ്മയാണ്, സ്ത്രീ പെങ്ങളാണ്, സ്ത്രീ ഭാര്യയാണ്, സ്ത്രീ ദേവിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ അവരെ ആദർശവൽക്കരിച്ചും അങ്ങനെ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാൻ പറ്റും, അനീതി കാണിക്കാൻ പറ്റും. അതിനുള്ള ഉപകരണങ്ങളാണ് ഈ സ്ത്രീ, അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങൾ തന്നെയാണ് സ്ത്രീകളെ വാഴ്ത്തിപ്പാടുന്ന ഈ പാട്ടുകളെല്ലാം. മനസ്സിലായോ? എന്റെ അമ്മയോട് അമ്മേ നീ ദേവിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേവി, ഞാൻ ഇത്രയും പുകഴ്ത്തിയതല്ലേ, ആ ദേവി എന്നും എനിക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരും. അവിടെ അവർക്ക് നഷ്ടപ്പെടുന്ന ആ ഒരു ജീവിതം, ആ ഒരു സ്വാതന്ത്ര്യം, ആ ഒരു സ്പേസ് അവർ മനസ്സിലാക്കില്ല. ഇപ്പോ ഏറ്റവും എനിക്ക് ഞാൻ പറയുന്നിടത്തോളം മനസ്സിലാവുന്നുണ്ടാവും എന്ന് എനിക്കറിയില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മളെല്ലാരും ആഘോഷിച്ച പാട്ടെടുക്കുക. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. എത്ര മനോഹരം അല്ലെ? പൂമുഖവാതിൽക്കല് സ്നേഹം വിടർത്തി നിൽക്കുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ഇതിന്റെ വേറൊരു ആംഗിൾ ഉണ്ട് ഞാൻ ആലോചിക്കുമ്പോ. അതായത് ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് പോയിട്ടുള്ള ഭർത്താവ് രാത്രി ലേറ്റ് ആയിട്ട് വരുമ്പോഴും അവൾക്ക് വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് ഉറങ്ങാനുള്ള സമയമായിട്ടും അവൾ ഉറങ്ങാതെ ഈ ഭർത്താവിനെയും കാത്ത് പൂമുഖവാതിൽക്കലിരുന്നാൽ അവൾ കവിയുടെ ഭാവനയിൽ പൂന്തിങ്കളാകുന്നു. അവൾ യഥാർത്ഥത്തിൽ പൂന്തിങ്കളായതുകൊണ്ടാണോ? അവളെ യൂസ് ചെയ്യല്ലേ അവിടെ? അവള് എന്താ പറയാ, ദിവസം മുഴുവൻ കഷ്ടപ്പെട്ടിട്ട് ആ ഉറങ്ങേണ്ട സമയം പോലും എവിടെയോ പോയി കറങ്ങി നടക്കുന്ന ഭർത്താവിനെയും കാത്തി ഇരിക്കേണ്ടി വരുന്നു. ഇരുന്നാൽ അവൾ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു. ഇതാണ് ആദർശവൽക്കരണം. അങ്ങനെ അവൾക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് അവള് പോലും അറിയാത്ത രീതിയിൽ ഈ പറഞ്ഞ കവിതയും സാഹിത്യവും എല്ലാം അവളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ മാതൃദായത്തിന്റെ ക്ഷയം, ആധുനികതയുടെ കടന്നുവരവ്, ജാതീയവും സാമുദായികവുമായ പരിഷ്കരണ പ്രക്ഷോഭങ്ങൾ, ആർക്കിടെക്ചറിലെ പരീക്ഷണങ്ങൾ, ആഗോളവൽക്കരണം, സാങ്കേതിക പുരോഗതി, ടെക്നോളജി മാറി, ഇതെല്ലാം അടുക്കളയുടെ ബാഹ്യ സ്വഭാവത്തെ പരിഷ്കരിച്ചപ്പോൾ അതിന്റെ ആന്തരികതയിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ സംഭവിക്കാതെ ഇരുന്നത്? അതായത് പഴയ കാലത്തിൽ നിന്ന് നമ്മൾ പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ അടുക്കളയുടെ ബാഹ്യ സ്വഭാവത്തിന്, പുറമേയുള്ള സ്വഭാവത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പൊ ആഗോളവൽക്കരണം വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ വേറെ കുറെ കാര്യങ്ങൾ വന്നപ്പോൾ, ആധുനികത വന്നപ്പോഴൊക്കെ കുറെ മാറ്റം വന്നു. ഞാൻ ഒരു ചെറിയ ഉദാഹരണത്തിൽ പറഞ്ഞുതരാം. എന്റെ ഓർമ്മയിൽ എന്റെ വീട്ടില് ഞാൻ കുഞ്ഞായിരുന്നപ്പം ഞാൻ കണ്ട അടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലത്ത് ഉള്ള അടുപ്പ്. ഉമ്മ എന്ത് ചെയ്യുന്നു, ഇരുന്നിട്ട് ഊതി 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 കത്തിക്കുന്ന ഒരു അടുപ്പായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വേറെ വീട് വെക്കുമ്പോഴത്തേക്ക് എന്താവുന്നു, പിന്നെ കുറച്ചുകൂടി നിന്നിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള അടുപ്പ് വരുന്നു. കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇൻഡക്ഷൻ കുക്കർ വാങ്ങുന്നു. കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഗ്യാസിലേക്ക് മാറുന്നു. അങ്ങനെ അങ്ങനെ അടുക്കളയുടെ ബാഹ്യം
മാറിയിട്ടുണ്ട്. പക്ഷെ ആന്തരിക തലത്തിൽ അന്നും ഉമ്മ കുക്ക് ചെയ്യുന്നു, ഇന്നും ഉമ്മ കുക്ക് ചെയ്യുന്നു. അതാണ് ആന്തരികമായിട്ട് ഒരു മാറ്റവും വന്നിട്ടില്ല. ബാഹ്യമായിട്ട് എന്താവുന്നു, മാറ്റങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ആന്തരിക തലത്തിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, മാറ്റം കടന്നുകൂടിയിട്ടില്ല. അടുക്കളയുടെ ബാഹ്യ സ്വഭാവത്തെ പരിഷ്കരിച്ചപ്പോൾ അതിന്റെ ആന്തരികതയിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ സംഭവിക്കാതെ ഇരുന്നത്? ഭക്ഷ്യോൽപാദനം പോലെ തന്നെ ഒരു പൊതുപ്രവർത്തനമാണ് ഭക്ഷ്യ സംസ്കരണവും, അല്ലെ? ഭക്ഷണത്തിന്റെ ഉൽപാദനം, കൃഷി, അതുപോലെ തന്നെയുള്ള ഒരു പൊതുപ്രവർത്തനം തന്നെയാണ് ഇത് പാകം ചെയ്ത് കുക്ക് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നതും. പക്ഷേ ഒരു പൊതു ഇടം എന്ന നിലയിൽ മറ്റു പൊതുസ്ഥലങ്ങൾക്ക് അനുവദിച്ചു കിട്ടുന്ന ജനാധിപത്യ മര്യാദകളും അവകാശങ്ങളും അടുക്കളയിൽ അനുവദിക്കപ്പെടാതെ പോകുന്നു. ശരിയല്ലേ? അടുക്കള എന്ന് പറയുന്നത് ഒരു പൊതു ഇടം തന്നെയാണ്, തൊഴിലിടം തന്നെയാണ്. കാരണം ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അത് കുക്ക് ചെയ്യലും. പക്ഷേ മറ്റു പൊതു ഇടങ്ങൾക്ക്, സൊസൈറ്റിയിലെ മറ്റു പൊതു ഇടങ്ങൾക്ക് കിട്ടുന്ന ഒരു പരിഗണനയും ജനാധിപത്യ മര്യാദയും അവകാശവും ഒന്നും അടുക്കളയിലേക്ക് എത്തുന്നില്ല. അവിടെ ഇപ്പോഴും എന്താ, ഒരു ഹർത്താൽ പോലും ഇല്ലാതെ 24x7 7x265 365 എന്നുള്ള കണക്കിൽ എന്താവുന്നു, പിന്നെ ഇങ്ങനെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കുന്നു അനന്തകാലമായിട്ട്. അവിടെ ഒരു ജനാധിപത്യവും കടന്നുകൂടുന്നില്ല. തൊഴിലിടം എന്ന നിലയിൽ അവിടെ നടക്കുന്ന നീതി നിഷേധങ്ങൾ ഗുരുതരമായി അവഗണിക്കപ്പെടുകയാണ്. ഒരു തൊഴിലിടം, ഒരു ജോലി ചെയ്യുന്ന ഒരു സ്പേസ് എന്ന നിലയിൽ അടുക്കളയിൽ നടക്കുന്ന നീതി നിഷേധങ്ങൾ അവഗണിക്കപ്പെടുന്നു. ആരും അതിനെ പരിഗണിക്കുന്നില്ല. അടുക്കളയിലെ പ്രശ്നം ആരും ചർച്ച ചെയ്യുന്നില്ല. അടുക്കള കാര്യം എന്നൊരു പ്രയോഗം തന്നെ ഉണ്ട് മലയാളത്തില്. അടുക്കളക്കാര്യം എന്നാൽ വില കുറഞ്ഞ സ്വകാര്യ പ്രശ്നം എന്നാണ് അർത്ഥം. അത്ര പോലും അടുക്കളയെ അങ്ങനെയാണ് കാണുന്നത്. ഇത്രയും വലിയ തൊഴിലിടമായിട്ടും ഓരോ സ്വകാര്യവും വിപുലമായ അർത്ഥത്തിൽ സാമൂഹികമാണ്. സാമൂഹിക പ്രശ്നങ്ങൾ വൈയക്തികമാകുന്നത് പോലെ തന്നെ വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നതിൽ അയാളുടെ പൊതുജീവിതവും സ്വകാര്യ ജീവിതവും ഉൾക്കൊള്ളുന്നുണ്ട്. വ്യക്തിയുടെ ജീവിതം എന്ന് പറയുമ്പം പിന്നെ അയാളുടെ സ്വകാര്യ ജീവിതവും അതുപോലെ തന്നെ പൊതുജീവിതവും, സ്വകാര്യ ജീവിതം പ്രൈവറ്റ് ലൈഫും അതുപോലെ പബ്ലിക് ലൈഫും രണ്ടും ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടിട്ടില്ലേ? കാണുക കേട്ടോ. അതില് പിന്നെ വളരെ പോയറ്റിക് ആയിട്ട് ഈ വീട്ടിൽ ഇങ്ങനെ സ്ത്രീകളെ കിച്ചണിൽ ഇങ്ങനെ കഷ്ടപ്പെടുത്തി അവിടുത്തെ പുരുഷൻ, ഒരു +2 അധ്യാപകൻ സോഷ്യോളജി പഠിപ്പിക്കുന്ന ഒരു സീനുണ്ട്. നമ്മൾ പുറത്തു പോയിട്ട് വലിയ കാര്യങ്ങളൊക്കെ ഡയലോഗൊക്കെ അടിക്കും. പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ അവസ്ഥ. നമ്മൾ പൊതുവെ പറയും ഈ പുരോഗമനവാദം ചെരുപ്പ് പോലെയാന്ന് പറയും. എന്താ ഈ ചെരുപ്പിന്റെ പ്രത്യേകത? ചെരുപ്പും ചവിട്ടി നമ്മൾ നാട് മൊത്തം നടക്കും, പക്ഷെ മുറ്റത്ത് അയച്ചിട്ടിട്ട് മാത്രമേ എന്ത് ചെയ്യും, വീട്ടിലേക്ക് കയറൂ. അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്ന പുരോഗമനവാദം എന്ന് പറയും. നാട് മൊത്തം അത് പറഞ്ഞു നടക്കും, പക്ഷെ മുറ്റത്ത് അയച്ചിട്ടിട്ട് വീട്ടിലേക്ക് കയറും. വീട്ടിൽ നമ്മൾ ആ പയഞ്ചൻ തന്നെ എന്നും എപ്പോഴും. മനുഷ്യ ജീവിതത്തിന്റെ വിവിധ വശങ്ങളെ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ അവയെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് കാണാം. മനുഷ്യജീവിതത്തിനെ കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ മനുഷ്യജീവിതത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. പൊതുവും സ്വകാര്യവും തമ്മിൽ സങ്കീർണമായ ബന്ധമുണ്ട്. രണ്ട് ലൈഫാണല്ലോ, സ്വകാര്യ ജീവിതവും പൊതുജീവിതവും. അത് രണ്ടും തമ്മിൽ സങ്കീർണമായ ബന്ധമുണ്ട്. വീടിന്റെ പിന്നറ്റത്തു നിന്ന് മുന്നറ്റത്തേക്ക് മാറ്റിപ്പണിതാലും, ഇനി അടുക്കളയെ കുറിച്ച് പറയാണ്. അടുക്കള എപ്പോഴും വീടിന്റെ ബാക്കിലല്ലേ, അവിടെയാണ് എപ്പോഴും സ്ത്രീ എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു മര്യാദകേട് എന്ന് നമ്മൾ വിവക്ഷിച്ചു എന്ന് വിചാരിക്കുക. അതെന്താ വീടിന്റെ മുമ്പിൽ അടുക്കളയാക്കിയാൽ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും. കാരണം അത്രത്തോളം നമ്മുടെ മനസ്സിൽ അടുക്കള പിന്നിൽ വേണ്ടതാണെന്നും സ്ത്രീ അവിടെ ഒതുങ്ങേണ്ടതാണും എന്നുള്ള ചിന്തയൊക്കെ കാലങ്ങളായിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് ഇപ്പം ആ ചിന്തയിൽ നിന്ന് കുറെ പുതിയ തലമുറ മാറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും വലിയ മാറ്റമൊന്നും ഇല്ല എന്നാണ് എന്റെ നിരീക്ഷണം. നിങ്ങൾക്ക് വേണം എന്നെ തിരുത്താം കേട്ടോ. അപ്പോ വീടിന്റെ പിന്നറ്റത്ത് നിന്ന് മുന്നറ്റത്തേക്ക് മാറ്റി പണിതാലും, അടുക്കളയെ മാറ്റി മുമ്പിലേക്കാക്കിയാലും, സ്വീകരണ മുറിയോളം പ്രാധാന്യം കൊടുത്താലും, സ്വീകരണ മുറിക്കുള്ളിൽ തന്നെ പണിതാലും, അടുക്കള നിങ്ങൾ സ്വീകരണ മുറിയില് ഗസ്റ്റ് റൂമിലേക്ക് മാറ്റിയിട്ട് പണിതു എന്ന് വിചാരിക്കുക. എന്നാലും ഒരു സ്ത്രീയെ സംബന്ധിച്ചത് അടുക്കളയുടേത് മുഷിഞ്ഞ മണവും വിരസമായ മുഖവും ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷവുമാണ്. നിങ്ങൾ അടുക്കളയ്ക്ക് എന്ത് പ്രാധാന്യം കൊടുത്താലും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അടുക്കള മടുപ്പ് തന്നെയാണ്. അതൊരു പരീക്ഷാ മുറിയുടെ ഭയപ്പാടും ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? ഒരു എക്സാം ഹാളിന്റെ ടെൻഷനും തരുന്നുണ്ട് അടുക്കള മുറി. നോക്കിക്കോളെ എങ്ങനെയാന്ന്. തലേ ദിവസം തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കണം, അല്ലെ? നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താന്ന് ഇന്ന് തന്നെ ഒരുക്കി വെക്കണം. ഉറക്കത്തിലും ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കണം. നാളെ അത് ഇന്നേ കറി ഈ കുട്ടിക്ക് ഇഷ്ടമാണോ, ഇന്നേ കറി ഭർത്താവിന് ഇഷ്ടമാണോ, ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ഫലമറിയാൻ കാത്തിരിക്കണം, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കണം. പാത്രങ്ങൾക്കിടയിലൂടെ പ്രഭാതത്തിലേക്കും വിഴുപ്പ് തുണികൾക്കിടയിലൂടെ ഉച്ചയിലേക്കും പായുന്ന പെണ്ണുടലിനെ പാത്രങ്ങൾക്കിടയിലൂടെ പ്രഭാതത്തിലേക്ക്, പ്രഭാതത്തിന്റെ ആ സൗന്ദര്യം ആസ്വദിക്കാൻ അവൾക്ക് നേരമില്ല. കാരണം അവള് പാത്രങ്ങൾക്കിടയിലൂടെയാണ് ഓടുന്നത്. ഈ കുക്കിംഗ് ഈ ഒരു സമയം അവൾക്കുള്ളൂ.
ഉള്ളൂ. അങ്ങനെ അതുപോലെ അവള് കാണുന്നില്ല, അവള് വിഴുപ്പ് തുണികളിലൂടെ അലക്കിലും അതിലൂടെ അങ്ങനെയാണ് പോകുന്നത്. വിഴുപ്പ് തുണികൾക്കിടയിലൂടെ ഉച്ചയിലേക്കും പായുന്ന പെണ്ണുടലിനെ ഒട്ടേറെ കഥകളിലും കവിതകളിലും അതികാൽപ്പനികവൽക്കരിക്കപ്പെട്ട നിലയിൽ നാം വായിച്ചതാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ കഷ്ടപ്പെടുന്ന സ്ത്രീയെ പുകഴ്ത്തിക്കൊണ്ട് നമ്മൾ ധാരാളം കവിതകളും കഥകളും വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടായോ ഞാൻ അനുഭവിക്കുന്ന വേദന അത് പരിഹരിക്കാൻ എന്നെ നിങ്ങൾ നീ ഒരു സഹനത്തിന്റെ പ്രതീകം തന്നെ, നീ ഒരു സഹന മരം തന്നെ എന്ന് പറഞ്ഞതിനെ കൊണ്ട് മതിയോ? ഇല്ല. അതാണ് പറയുന്നത്, അടുക്കള വീട്ടമ്മയുടെ സ്വകാര്യമാണെങ്കിലും ആ സ്വകാര്യത്തിനുമുണ്ട് ഒരു രാഷ്ട്രീയം. അത് കൂടുതൽ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഉള്ളടക്കത്തോടു കൂടിയ രാഷ്ട്രീയമാണ്. അതിനെ പെണ്ണിന്റെ വേവ് നിലമെന്നെല്ലാം സെൻസേഷണലൈസ് ചെയ്യുകയും അനുതാപപൂർവം ഇതാ ഞങ്ങൾ പരിഗണിച്ചിരിക്കുന്നു എന്ന മട്ടിൽ ആക്ഷേപിക്കുകയും ചെയ്യുകയാണ് പതിവ്. അപ്പൊ അവളുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കാതെ, അടുക്കളയെ ഒരു തൊഴിലിടമായിട്ട് കാണാതെ, കുറെ കവിതകളിലും കഥകളിലും സ്ത്രീയെ ഇങ്ങനെ പുകഴ്ത്തി പാടിയിട്ട് ഇതാ നിന്നെ ഞങ്ങൾ പരിഗണിച്ചിരിക്കുന്നു, കൺസിഡർ ചെയ്തിരിക്കുന്നു എന്നുള്ള ഭാവമാണ് ആ കവിതയ്ക്കും ആ ഒരു ചർച്ചയ്ക്കും ഒക്കെ എന്ന് ഇവിടെ പറയുകയാണ്.